ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരപ്രകൃതം എത്രത്തോളം സ്ട്രോങ് ആയിരുന്നു എന്ന് ഷിഫ ബിൻത് അബ്ദില്ല എന്നിവരുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഉമർ റളിയല്ലാഹു തആല അൻഹു മാർക്കറ്റിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഏൽപ്പിച്ച ഒരു സഹാബി വനിതയാണ്. മാർക്കറ്റിലൂടെ കാര്യങ്ങളൊക്കെ നോക്കി നടക്കുന്ന സന്ദർഭത്തിൽ കുറച്ച് വ്യക്തികളെ കണ്ടു. അവർ വളരെ പാത്തും പതുങ്ങിയും പാവങ്ങളായിട്ടാണ് ഇങ്ങനെ നടന്നു പോകുന്നത്. അപ്പോൾ മദീനക്കാർ സ്വാഭാവികമായി അങ്ങനെയല്ല, അവർ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. നടത്തത്തിലാണെങ്കിലും ഇരുത്തത്തിലാണെങ്കിലും സംസാരത്തിലാണെങ്കിലും മറ്റുള്ളവരോട് പെരുമാറുന്ന സന്ദർഭത്തിലൊക്കെ ആണെങ്കിൽ ഒരു റുജൂലിയത്ത്, ഒരു പൗരുഷം അവരുടെ സ്വഭാവങ്ങളിലും നടത്തത്തിലൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ അവർ ചോദിച്ചു, ആരാണ് ഇവരെന്ന് ചോദിച്ചു. അപ്പോൾ അവരെ കുറിച്ച് പറഞ്ഞ് അവർ നുസാക്ക് എന്ന് പറഞ്ഞു. നുസാക്ക് എന്ന അറബി ഭാഷയിൽ പറയുന്നത് മുതഅബ്ബിദ്, അള്ളാഹുവിൽ വിലയം പ്രാപിച്ച് അങ്ങേയറ്റം വിനയാന്വിതരായിട്ട് നടക്കുന്നവരെ കുറിച്ചാണ്. ആ സന്ദർഭത്തിൽ ഷിഫ റളിയല്ലാഹു തആല അൻഹ ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ സൂചിപ്പിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. കാന ഉമർ ഇദാ തകല്ലമ അസ്മഅ, ഉമർ റളിയല്ലാഹു തആല അൻഹു ഒരു കാര്യം പറയുകയാണെങ്കിൽ അതെല്ലാവരും കേൾക്കും. വ ഇദാ മശ അസ്റ, നടക്കുകയാണെങ്കിൽ ഭയങ്കര സ്പീഡിലാണ് നടക്കുക. വ ഇദാ ളറബ ഔജ, ഉമർ റളിയല്ലാഹു തആല അൻഹു അടിക്കുകയാണെങ്കിൽ നന്നായി വേദനിക്കും. വ ഹുവ നാസികു ഹക്കൻ, ഉമർ റളിയല്ലാഹു തആല അൻഹു ആണ് ശരിക്ക് അള്ളാഹുവിൽ വിലയം പ്രാപിച്ചത്, ഉമർ റളിയല്ലാഹു തആല അൻഹു ആണെന്ന് ഷിഫ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്.